എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വയ്യാതാകുമ്പോൾ ആര് നോക്കും? ആയ കാലത്ത് സ്വയം നോക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഈ ഒരു ചോദ്യമാണ് എനിക്കിന്ന് ചോദിക്കാനുള്ളത്. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ലെറ്റിയുടെ മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. നമ്മൾ ഓരോരുത്തരും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ സാമ്പത്തികത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്ന വില്ലനാണ് രോഗങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, ആരെങ്കിലും മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തുന്നതാണോ രോഗങ്ങളെന്ന്. പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്ത ഒന്നാണ് ആരോഗ്യം. പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കാനാവൂ, ജീവിതം ആസ്വദിക്കാനാവൂ. ഇനി ആരോഗ്യകരമായി എങ്ങനെ ജീവിക്കാമെന്ന് നോക്കാം. മനസ്സിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ ചിന്തകൾ സൃഷ്ടിക്കുക. നാളത്തെ ദിവസം എങ്ങനെ ആരോഗ്യകരമായ ദിനചര്യകളോടെ ചെലവഴിക്കാമെന്ന് ആലോചിക്കുക. പ്ലാൻ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ അരമണിക്കൂർ നടക്കുക. പ്രഭാതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുക. കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി സമയബന്ധിതമായി ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഓടി തളരേണ്ട ആവശ്യമുണ്ടാവില്ല. സ്വയം അറിഞ്ഞ് ജീവിക്കുക. അതായത് സ്വന്തം ശരീരത്തെ സ്വയം നിരീക്ഷിക്കുക. സ്വന്തം അശ്രദ്ധ കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കുവാൻ എത്ര പ്രയാസമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. സ്വയം സ്നേഹിക്കുക. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ സ്വയം സ്നേഹിക്കുക. ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം കൈവരിക്കുക, അത് നിലനിർത്തുക. ഓർമ്മിക്കുക, എന്ത് വേദനയുണ്ടായാലും അത് പങ്കിടാൻ ആരും ഉണ്ടാവില്ല. സ്വന്തം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇപ്പം ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ഒരു കാര്യമെങ്കിലും സന്തോഷമുള്ളതുണ്ടാവും. ആ കാര്യം മാത്രം ആലോചിക്കുക. ആ സംഭവം മാത്രം ആലോചിക്കുക. എന്നിട്ട് അതിലുള്ള സന്തോഷം ഉള്ളിലേക്കെടുത്ത് അതാലോചിച്ച് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. നാളെ രാവിലെ ആ നല്ല ചിന്തയുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇന്നലെയുടെ തുടർച്ചയാണിന്ന്, ഇന്നിൻ്റെ തുടർച്ചയാണ് നാളെ, നാളെയുടെ തുടർച്ചയാണ് നാളെ കഴിഞ്ഞ്. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഏറ്റവും നല്ലത് മാത്രം ചിന്തിച്ചു കൊണ്ടുറങ്ങാം. ശ്വാസത്തിൽ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് പോവുക. താങ്ക് യു. Love you.